സോ മച്ച്. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. ആസ് എ ടെക്നീഷ്യൻ അതേ പറയാം. ഈ വലിയ സിനിമയുടെ, ഈ നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ലാൽ സാറിനെയും പ്രിയാമണിയെയും എല്ലാവരെയും ഒരു ഡിസൈനർ എന്ന നിലയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഈ സിനിമ അതിന് എനിക്ക് തോന്നുന്ന എല്ലാം ഏകദേശമൊക്കെ ഒത്തു വന്ന പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമ എൻ്റെ വീട്ടിലെ സിനിമ പോലെ എല്ലാവരും, ഇപ്പം ലാൽ സാറാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ആന്റണി ചേട്ടനാണെങ്കിലും പിന്നെ ഡയറക്ടർ എൻ്റെ സ്വന്തമാണ്. അതിൻ്റെ ഒരു സന്തോഷം അതെനിക്ക് അറിയില്ല എങ്ങനെയാ പറയേണ്ടതെന്ന്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ ദിവസങ്ങളും ഓരോ ഫീലാണ്. നാളെ നമുക്കൊക്കെ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്താവും. ആ രാത്രി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു 15 സിനിമ മറ്റായി. ആ 15 ദിവസവും അതിൻ്റെ തലേ ദിവസത്തെ ഒരു ഫീലിംഗ് ഞങ്ങളുടെ ഒരു രാത്രിയുണ്ട്. എന്താവും, ആ ഓഡിയൻസ് എങ്ങനെ എടുക്കും, അത് നന്നായിട്ട് എടുക്കുമോ, നന്നായിട്ട് വരുമോ എന്നൊക്കെ ഒരു അതെല്ലാ പ്രാവശ്യവും അതുപോലെയാണ്. പക്ഷെ എന്തോ ഈ സിനിമ എനിക്കറിയില്ല ആ മാജിക് എന്താണെന്ന്. ആ മാജിക് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്നറിയില്ല. സ്ക്രിപ്റ്റ് വായിച്ചപ്പം നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ ഇത് ചെയ്യണോ. എൻ്റെ ചെറിയ മോളെ ചോദിച്ചു, ഡാഡി ഒന്നുകൂടി ആലോചിക്കണം ഈ സിനിമ ചെയ്യണോ എന്ന്. അതും ശാന്തിയുടെ മുമ്പ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനും കാത്തിയും പെട്ടെന്നൊന്ന് പാനിക്കായി, ശാന്തി അത് എങ്ങനെ എടുക്കുന്നു. അവള് ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, ഈ സിനിമ ചെയ്യണോ ഡാഡി ഒന്നുകൂടെ ആലോചിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ സിനിമ വന്നു. എനിക്കറിയില്ല, ദൃശ്യത്തിൻ്റെ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നമുക്ക് അത്ര ആയില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സിനിമ ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോപ്പർ മിക്സിംഗ് ഒന്നും കഴിഞ്ഞില്ല. എന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ എല്ലാ രാത്രിയിലും തലേദിവസം റിലീസിന്റെ തലേദിവസം രാത്രിയിൽ ഉണ്ടാകുന്ന ആ പേടി ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് നേരത്തെ നമുക്ക് പറയാൻ പറ്റില്ല. റിലീസ് ചെയ്തിട്ട് ഇതൊരു സക്സസ് ആയപ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നു. എനിക്കറിയില്ല ആ മാജിക് എന്താണെന്ന് അറിയില്ല. എന്തോ ഇത് വർക്കാവും. കാരണം ഞാൻ ജിത്തുവിനോട് ഒരിക്കലും പറയില്ല ജിത്തു വർക്കാവും ഒരിക്കലും പറയാം. നമ്മൾ എന്തെങ്കിലും അതിന്റെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ അതൊരു നല്ലതിന് പറയുന്നത്, ഇനി അതെങ്ങാനും വർക്കായില്ലെങ്കിലോ എന്ന് പറയുന്നതാണ്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇത് വർക്കാവും ജിത്തു, ഇത് ഓടും. എന്താണ് ആ മാജിക് എന്ന് എനിക്കറിയില്ല. ദൈവം തോന്നിപ്പിക്കുന്നതാവാം, എല്ലാം ദൈവാനുഗ്രഹം. അങ്ങനെ പിന്നെ ഓഡിയൻസിനോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. ജിത്തുവിൻ്റെ പ്രത്യേകിച്ച് ഒരു ത്രില്ലർ ചെയ്തുകൊണ്ടിരുന്നു, ത്രില്ലറെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു പേടിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ജിത്തു ഓപ്പണായിട്ട് പറഞ്ഞു, ഇതൊരു ത്രില്ലർ അല്ല, ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ. ആ പ്രൊമോട്ട് ചെയ്ത അതിൻ്റെ ഒരു ഗുണം ഒരുപാട് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വന്ന് കണ്ടിട്ട് ഓരോ കമൻസ് പറയുമ്പോഴും അവർ പറയുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്ന്. അതേ സെൻസിൽ എല്ലാവരും അത് എടുത്തു, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരോടും നന്ദി. എനിക്കറിയില്ല, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ലാലേട്ടനോട് ഒരുപാട് നന്ദി. ആന്റണി ചേട്ടൻ നന്ദി പറയുന്നില്ല, ഞങ്ങളുടെ ഫാമിലി പോലെയാണ്, അതുകൊണ്ട് നന്ദി പറയുന്നില്ല. ചേച്ചി ശാന്തി ശിവമോനും ഞങ്ങളുടെ വീട്ടിലെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അടിയൊക്കെ കൂടുന്നുണ്ട് ഇടയ്ക്ക്, എന്നാലും കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് പാച്ചപ്പായി പോകും. റൈറ്റർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നില്ല, എല്ലാവരും കണ്ടല്ലോ. ആസ് എ ഫ്രണ്ട്, ആസ് എ ഫാമിലി മെമ്പർ, എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. നമുക്കത് രണ്ടുപേരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എപ്പോഴും ഭയങ്കര സ്നേഹത്തോടെ ജിത്തുവിൻ്റെ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുകയും എപ്പോഴും ഭയങ്കര പ്രചോദനം തരികയും ചെയ്യുന്ന ആൾക്കാർ. അതെ, അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ ഇവരല്ലേ എനിക്ക് സന്തോഷം പറയും. ആദ്യം ചേച്ചി പറയാൻ പറഞ്ഞു, അപ്പൊ ചേച്ചി തന്നെ സംസാരിച്ചു. ഡാഡി ആക്ച്വലി യൂഷ്വലി എല്ലാ സ്ക്രിപ്റ്റും ഫസ്റ്റ് ഞങ്ങൾക്ക് ആണ് വായിക്കാൻ തരുന്നത്. പിന്നെ
ഡാഡി ഫസ്റ്റ് ആക്ച്വലി ആദ്യം എല്ലാ സ്ക്രിപ്റ്റും ഞങ്ങൾക്കും അമ്മയ്ക്കും വായിക്കാൻ തന്നെ, അത് കഴിഞ്ഞ് പിന്നെ ടീമിനൊക്കെ കൊടുക്കും. നേരും അതേപോലെ തന്നെയാണ് തന്നെ. ഞാൻ ഓർക്കുന്നുണ്ട് ആക്ച്വലി നേര് ടീമിന് എല്ലാവർക്കും ഞങ്ങൾക്കും വായിക്കാൻ തന്നു. ഞങ്ങൾക്ക് വൺ ലൈനൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് അറിയാമായിരുന്നു, ബിക്കോസ് ഡാഡി കുറേ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞങ്ങളെല്ലാം ആക്ച്വലി അത് ഭയങ്കര ഒരു ഇനീഷ്യൽ വേർഷൻ ആയിരുന്നു. ഡാഡി ഇത് പല പ്രാവശ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം എഴുതിയപ്പോൾ ഇവരത് ഭയങ്കര കോടതി എന്ന ആ ഒരു പ്രൊസീജിയർ ആയിട്ട് തന്നെ അവരത് പിടിച്ചെഴുതി വെച്ചത്. പക്ഷെ അപ്പൊ അത് ഭയങ്കര വലുതായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും ആക്ച്വലി ജഡ്ജ്മെന്റ് എവിടെയൊക്കെയോ തെറ്റി, ഇപ്പം മനസ്സിലായി. അന്ന് ഞങ്ങൾ ഇത് കുറെ കുറ്റം പറഞ്ഞു. ഞങ്ങളിത് ഇത് ചെയ്യണോ, ഞങ്ങൾ ഇത് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. ശാന്തി ചേച്ചി അവസാനം കരഞ്ഞു പിന്നെ അറിഞ്ഞു. പക്ഷെ അതൊക്കെ വിഷമമായിട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് അതായത് ഒരു 10-20 പേര് അവിടെ ഇരുന്നിട്ട് പറയാം ഇതെന്തൊരു സ്ക്രിപ്റ്റാണ്, ഇത് ചെയ്യണോ ഡാഡി എന്ന് വെച്ചിട്ട് ഇരുന്ന് ഇരുന്നില്ല വീട് പോയി. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഡാഡിനെ 2-3 സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് ഇതിൽ ചെയ്തില്ല. അതുകൊണ്ട് ഇതിന്റെ ഫുട്ടേജോ ബാക്കിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. സിനിമ ഫൈനലി ഡാഡി തിയേറ്ററിലിട്ട് കാണിച്ചപ്പോഴാണ് കണ്ടത്. അന്ന് ശരിക്കും ഞങ്ങൾ ഓക്കെ, ഐ വാസ് ഹാപ്പി ദാറ്റ് വി വർ റോങ്, വി വർ കംപ്ലീറ്റ്ലി റോങ്. ബിക്കോസ് ഓക്കെ ഒബ്വിയസ്ലി ഡാഡി സ്ക്രിപ്റ്റ് വായിച്ചു നമുക്ക് ഡാഡിയുടെ ഒരു വിഷ്വലൈസേഷൻ ഒക്കെ കുറെ പറയുമ്പോഴൊക്കെ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീനിൽ വരുമ്പോൾ ബാക്കി എലമെന്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നേരിനെ ഞങ്ങൾ വായിച്ചതിൽ നിന്നൊരു 10 ഇരട്ടിയായിരുന്നു ഞാൻ സ്ക്രീനിൽ കണ്ടത്. ആൻഡ് പെർഫോമൻസസ്, ഐ മീൻ ലാൽ സാർ ഇപ്പൊ വർഷങ്ങളായി ഡാഡിയും ലാൽ സാറിനോട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റാമിൽ അസിസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കാണുന്നത്. പക്ഷെ ഈവൻ നൗ ഹി ഷോക്സ് us ഓൺ സ്ക്രീൻ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ലാൽ സാറിന്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ ലാലേട്ടൻ അല്ലെ, ലാൽ സാറിനെ അല്ല അത് കാണുന്നത്, വിജയമോഹനെയാണ് കാണുന്നത്. ആൻഡ് ദാറ്റ് വാസ് അമേസിങ്. ആൻഡ് സാറ, അനശ്വര, ലൈക്ക് വായിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സാറ ഹാസ് ടു ബി ഗുഡ്. കാരണം സാറ വീണാലെ സ്ക്രിപ്റ്റും ആ സിനിമയും വീഴും, പക്ഷേ ഷീ ഹാസ് ഡൺ ബ്യൂട്ടിഫുള്ളി. ഞാൻ ആക്ച്വലി ആദ്യം ടെക്സ്റ്റ് ചെയ്തത് അനശ്വരനെ കഴിഞ്ഞിട്ട്. ആൻഡ് എവ്രി വൺ, സിദ്ദിഖ് സർ, ഈ സാറിന് ഭയങ്കര ഇഷ്ടം. പക്ഷേ സിനിമയ്ക്ക് എവ്രി വൺ, ശങ്കർ, എവ്രി വൺ. ഞാനിപ്പോൾ എല്ലാവരും പേരൊന്നും പറയുന്നില്ല, ബട്ട് താങ്ക് യു ആൻഡ് ഐ എം ഹാപ്പി ഐ വാസ് ഓൾ. ജഗദീഷ് അമ്പി, ബിക്കോസ് മുഹമ്മദിനെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു പെയിനാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം കാത്തി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഓക്കെ, ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞ പോലെ തന്നെ കൺസിഡറേഷൻ ഇല്ലാതെ എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അങ്ങനെ നമ്മളതിന് ഒപ്പീനിയൻ പറഞ്ഞു. എനിക്ക് കാത്തി പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് എനിക്ക് തെറ്റിപ്പോയി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഭയങ്കര ഇപ്പോൾ ഉള്ള വേറെ തന്നെ ഉണ്ടായിരുന്നു ആ ഇമോഷൻ. കാരണം ആദ്യം ഞാൻ ഐ തിങ്ക് ലാൽ സാറിനോട് ഞാൻ താങ്ക് യു പറഞ്ഞു. ബിക്കോസ് ആ ക്യാരക്ടറിനെ ഞാൻ വായിച്ചതിലും എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ആ ഹൈറ്റ്സിൽ ലാൽ സാർ കൊണ്ടുപോയി. ആൻഡ് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹിം ഫോർ ദാറ്റ്. ഐ സെഡ് താങ്ക് യു ടു ലാൽ സാർ. ഞാൻ ഡാഡിയോട് അപ്രീസിയേഷൻ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു ചോദിച്ച ഒരു കാര്യം, ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റും കഥയും വായിച്ചതാണ്. എനിക്ക് സിനിമ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് മുടക്കിയൊക്കെ പേടി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ആദ്യം പോയി ആന്റണിയോട് ചോദിച്ചു എങ്ങനെ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റും. ബിക്കോസ് വീട്ടിൽ ഇരുന്നും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആന്റണിക്ക് ഡാഡി അടുത്ത് ഇങ്ങനെ പറയുകയാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ അതിൽ ഡാഡിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ആന്റണി. ബിക്കോസ് ആസ് എ ഡോട്ടർ എനിക്ക് ആ ജഡ്ജ്മെന്റ് ഇല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആന്റണിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊടുത്തപ്പോൾ ഐ വാസ് ആക്ച്വലി വെരി ഹാപ്പി. അതല്ലാതെ ഇനിയിപ്പോൾ മ്യൂസിക് ആണെങ്കിലും സതീഷ് അങ്കിൾ ക്യാമറ ആണെങ്കിലും വിനായകൻ ആണെങ്കിലും അമ്മ കോസ്റ്റ്യൂം ആണെങ്കിലും ലൈക്ക് ഞങ്ങളുടെ എൻറ്റയർ ടീം ഫ്രം സ്ക്രാച്ച് വർക്ക് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാനിത് പറയേണ്ട ആളല്ല. ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി. ആൻഡ് ഐ ടോൾഡ് ശാന്തി ചേച്ചി ഓൾസോ ദറ്റ് കുറേ കാലങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദി ഓഡിയൻസ് ഓൾസോ. സോ ജസ്റ്റ് ഹാപ്പി ആൻഡ് താങ്ക് യു.